Hello, welcome to my channel Homemade. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ള അവിയലാണ്. നമ്മൾ സാധാരണ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതേ ഒരു സ്റ്റൈലിൽ നമുക്ക് ചിക്കൻ കൊണ്ട് എങ്ങനെ അവിയൽ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ അധികം എല്ലില്ലാത്ത പീസ് നോക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്ത് ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. പിന്നെ ഒരു 250 ഗ്രാമോളം ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് പുളിയുള്ള തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് വെളിച്ചെണ്ണ. പിന്നെ നമ്മുടെ അവിയലിന് ചേർക്കാനുള്ള തേങ്ങ, അരപ്പിന് വേണ്ട കൂട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ തേങ്ങയുടെ 1/4 ഭാഗത്തോളം ചിരവി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 പിടി ചുവന്നുള്ളി പൊളിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 8-10 പച്ചമുളക് എടുക്കാം, കുറച്ച് വേപ്പില. ഇത്രയും സാധനങ്ങളാണ് അരപ്പിന് വേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് മിക്സിയിലിട്ട് കറക്കിയാൽ മതി. അരപ്പ് ഞാനിവിടെ ഒന്ന് ചെറുതായി ചതച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് ചതച്ചെടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും പിന്നെ ചുവന്നുള്ളി, പൊളിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ എണ്ണ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണയും കൂടെ നന്നായി എല്ലായിടവും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ ഇതും പകുതി വേവായി കിട്ടും. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 8-10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കുകയാണെങ്കിൽ ചിക്കൻ ഒരു പകുതി കൂടുതൽ വെന്തിട്ടുണ്ടാകും. കംപ്ലീറ്റ് വെന്ത് കാണില്ല. ഉള്ളിയൊക്കെ കുറച്ച് വെന്തിട്ടുണ്ടാവും. ഉള്ളി നമ്മൾ മാക്സിമം എത്ര ഇടാവോ അത്ര ഇടാൻ നോക്കുക, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, വെള്ളം വറ്റിയിട്ടുണ്ടാവില്ല. ഈ സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും പിന്നെ തൈരും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ തൈര് ചേർക്കുമ്പോൾ പുളി കൂടും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇതിനകത്ത് ഇട്ട് നോക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. തൈരും അരപ്പും എല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഈ സമയത്ത് നമുക്ക് പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ വേവിക്കേണ്ട, വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ സാധാരണ അവിയൽ വെക്കുമ്പോഴും അങ്ങനെ അവസാനം കുറച്ച് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ അവിയൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. താങ്ക് യു.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.